الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സത്യവിശ്വാസികളുടെ പ്രതിനിധികളായി ലക്ഷങ്ങൾ പരിശുദ്ധ മക്കയിലും മദീനയിലും പരിസരങ്ങളിലുമായി എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി യാത്രകളുണ്ട്. അത്രമാത്രം അടുത്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച എനിക്കും നിങ്ങൾക്കും ഇതുപോലെ ജുമുഅ ദിവസം ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമെങ്കിൽ നമ്മൾ ദുൽഹജ്ജ് മാസത്തിലായിരിക്കും എത്തിച്ചേരുക. അത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണമാണ് എന്ന് നമുക്കറിയാം. സത്യവിശ്വാസികളുടെ ആത്മീയ യാത്രയാണ് ഹജ്ജ്. ധാർമ്മിക നവജാഗരണമാണ് ഹജ്ജ്. ആധ്യാത്മിക നവീകരണമാണ് ഹജ്ജ്. ആയുസ്സിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെതായ ഇബാദത്ത്, അതാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളായി നമ്മൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മില്ലത്ത് ഇബ്രാഹിം പൂർണ്ണമായും അനുധാവനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകനോട് നേരിട്ട് പറയുന്നുണ്ട്, അനിത്തബിഅ മില്ലത്ത് ഇബ്രാഹിം. നമ്മളോട് പറയുന്നുണ്ട്, ഇത്തബിഉ മില്ലത്ത് ഇബ്രാഹിം. ഏകവചനത്തിലും ബഹുവചനത്തിലും പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കാണാം. ഇപ്പൊ ഞാനിവിടെ ഓതി വെച്ച വചനം സൂറത്തുൻ നിസായിലെ 125 വചനമാണ്. അതിൽ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുക, വമൻ അഹ്സനു ദീനൻ, ഏറ്റവും നല്ല മതക്കാരൻ ആരാണ്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, സൽവൃത്തരായിക്കൊണ്ട് നന്മ ചെയ്തുകൊണ്ട് തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല മതക്കാരൻ ആരാണ്? ആരുമില്ല. അത് തന്നെ ആ ചോദ്യം. വത്തബഅ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, യാതൊരു തരത്തിലുള്ള വക്രതയും വളവുമില്ലാതെ നേർമാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് അനുധാവനം ചെയ്യുകയും ചെയ്യുന്നവനേക്കാൾ നല്ലവനാരാണ്? മതത്താൽ ആരുമില്ല. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നു, അല്ലാഹു വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ സുഹൃത്തായി, ചങ്ങാതിയായി, കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയ പദവിയാണ് ആ പ്രയോഗത്തിൽ ഏറ്റവും അവസാനത്തെ വാക്കുകളിൽ നാം കാണുന്നത്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റുകയും അതുപോലെ തന്നെ നന്മകൾ പ്രവർത്തിക്കുകയും പൂർണ്ണമായും അള്ളാഹുവിന് തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് ഏറ്റവും മതത്താൽ ഏറ്റവും നല്ലവൻ എന്നാണ് ഈ വചനത്തിന്റെ പൊരുള്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരമായി നന്മകളിൽ മുഴുകിക്കൊണ്ടിരിക്കേണ്ടവനാണ്. അവന് നന്മകൾ ചെയ്യുന്നതിന്, ആരാധനകൾ ചെയ്യുന്നതിന് നിശ്ചിത കാലമോ നിശ്ചിത മാസങ്ങളോ നിശ്ചിത ദിവസങ്ങളോ ഒന്നുമില്ല. അവനോട് നിർദ്ദേശിക്കപ്പെട്ട ഇബാദത്തുകളും നന്മകളും അവൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. അവനോട് നിർദ്ദേശിച്ചത് ഉറപ്പാണ്, ഒരു സംശയവുമില്ലാത്ത മരണം വന്ന് പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾ അതുവരെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാനാണ്. അതുവരെ, ഏതുവരെ? മരണം വരെ. ആർക്കറിയും എപ്പോഴാ മരണമെന്ന് അറിയില്ല, എപ്പോഴും ആകാം. ചില മരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തിരിച്ചു പോകാറുണ്ട്. എത്ര മരണങ്ങളാണ് നമ്മൾ ഈ അടുത്തടുത്ത ദിവസങ്ങളിലായി കേട്ടത്. ജനാസ സന്ദർശിച്ചത്, മയ്യത്ത് നമസ്കരിച്ചത്. അതേപോലെ നമുക്ക് ഒരു അവസരം ഉണ്ടാകും എന്നുള്ള ഒരു ബോധം, അവിടെയാണ് നമ്മൾ എല്ലാ നിലയിലും നന്നാകേണ്ടത്. ഇവിടെ അതാ സൂചിപ്പിച്ചത്. അത് തന്നെയല്ല, ഒന്ന് കഴിഞ്ഞ് ഇനി ഒന്ന് ക്ഷീണമൊക്കെ മാറട്ടെ, പിന്നെ ആകാം അടുത്തത് എന്ന് ചിന്തിക്കാൻ നേരമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒന്ന് വിട്ട് മറ്റൊന്ന് എന്നുള്ള നിലയിൽ നിരതനാവുക, റബ്ബിലേക്ക് സർവ പ്രതീക്ഷയും അർപ്പിക്കുക. അതായിരിക്കണം ഒരു വിശ്വാസി. ഇതിലേറ്റവും വലിയ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് നിശ്ചിത സമയമോ ദിവസമോ ഒന്നുമില്ല. എപ്പോഴും ആരാധനയിൽ മുഴുകാൻ നിർദ്ദേശിച്ചത് നാം ചെയ്തുകൊണ്ടേയിരിക്കണം നന്മകൾ. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങൾക്ക് പവിത്രത നൽകിയിട്ടുണ്ട്, ചില മാസങ്ങൾക്ക് പവിത്രത നൽകിയിട്ടുണ്ട്, ചില സമയങ്ങൾക്ക് പവിത്രത നൽകിയിട്ടുണ്ട്, ചില കർമ്മങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. നാമും അത് ഉൾക്കൊള്ളണം. വിശുദ്ധ ഖുർആനിൽ ഇത്തരം കാര്യങ്ങളെ പരാമർശിക്കുന്നതിന് 2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന് ശആഇറുല്ലാഹ്, മറ്റൊന്ന് ഹുറുമാത്തുല്ലാഹ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ഈ ശിആറുകളിൽ, ഈ ശആഇറുകളിൽ, ഹുറുമാത്തുകളിൽ പെടുന്നതാണ്. അതാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത.
അതുപോലെ നമുക്കും ഇവിടെ അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ചിലത് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ദാലിക് വമൻ യുഅള്ളിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബി. സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ വചനമാണ്. ആരെങ്കിലും മനസ്സിലാക്കണം, ഗ്രഹിക്കണം എന്ന് ആരെങ്കിലും അള്ളാഹു പവിത്രമാക്കിയവയെ ബഹുമാനിച്ചാൽ അതവന് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമാകും. തൊട്ട് അടുത്ത് 32-ാമത്തെ വചനത്തിൽ ബലിമൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന, അതിൽ പങ്കുചേർക്കാൻ പാടില്ല. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കാറ്റ് അവനെ അടിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും കൊക്കകളിൽ തള്ളും. ശിർക്ക് ചെയ്യുന്നവന്റെ ഉപമ അതാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്, ദാലിക് വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആര് ആദരിക്കുന്നുവോ അവരുടെ ഹൃദയങ്ങളിൽ തഖ്വയുണ്ട് എന്നതിന്റെ തെളിവാണ്. തഖ്വ ഉള്ളിലുണ്ട് എന്നതിന്റെ സ്ഫുരണമാണ്, അല്ലെങ്കിൽ പുറത്തു വരുന്ന കാര്യമാണ് ഈ അള്ളാഹു ആദരിച്ചതിനെ പവിത്രത കൽപ്പിച്ചതിന് പവിത്രത കൽപ്പിക്കുക എന്നുള്ളത്. അത് അനാദരിക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശആഇറല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത്. വലൽ ശഹ്റൽ ഹറാം, പവിത്ര മാസത്തെ അനാദരിക്കരുത്. വലൽ ഹദിയ, ബലിമൃഗത്തെ അനാദരിക്കരുത്. വലൽ ഖലായിദ, ബലിമൃഗമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന താലിയുണ്ട്, കയറുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ബോർഡ് ഉണ്ടാവും, അതിനെ പോലും നിങ്ങൾ അനാദരിക്കരുത്. അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ അനുഗ്രഹവും അവന്റെ പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ബൈത്തിലേക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്, കഅബയിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്നവരെ നിങ്ങൾ അനാദരിക്കരുത്. ഹജ്ജിന് പോകുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ആലോചിച്ചു ഹജ്ജിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും. അപ്പൊ ഇതൊന്നും അനാദരിക്കരുത് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ചില മാസങ്ങൾക്ക് അള്ളാഹു പവിത്രത നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, അത് 4 മാസമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസമാണ് അള്ളാഹു ആദരിച്ചിട്ടുള്ള മാസങ്ങൾ. അതിൽ ഒരു മാസത്തിലാണ്, ഒരു മാസം കഴിഞ്ഞു ദുൽഖഅദയും ദുൽഹിജ്ജയും. ഇനി ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാസം ഏതാ? പവിത്ര മാസം മുഹറം. അത് 3 തുടർച്ചയായിട്ടാണ്, സലാസുൻ മുത്തവാലിയ, തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ. അത് ഇതാണ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അപ്പൊ ഈ മാസങ്ങൾക്ക് പവിത്രതയുണ്ട്. റമദാൻ മാസത്തിന് പവിത്രതയുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എല്ലാവർക്കും അറിയാം, അർത്ഥം പറയുന്നില്ല. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, അത് ഉൾക്കൊള്ളുന്ന ആ 10 ദിവസം. പിന്നെ മുഹറം മാസവും അതിനോടൊപ്പം ചേർത്തുകൊണ്ട് രാത്രി നമസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് കാണാം. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം. നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിന്റെ മാസമാണ്. മുഹറം മാസത്തിന് അള്ളാഹ് കൊടുത്തത് അള്ളാഹുവിന്റെ മാസം, ഷഹറുല്ലാ എന്നാണ് പേര് കൊടുത്തത്. ഇൻഷാ അല്ലാഹ് മുഹറം വരാനിരിക്കുന്നു. അപ്പൊ ആലോചിക്കാം കൂടുതൽ കാര്യങ്ങൾ, അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ. അതുപോലെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. ഇതൊക്കെ കൂട്ടി ഇങ്ങനെ പറയാൻ നമുക്ക് വായിക്കാം. അതുപോലെ പള്ളികൾ എല്ലാം പവിത്രമാണ്, എല്ലാ പള്ളികളും. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ചന്തകളാണ്, മാർക്കറ്റുകളാണ്, അങ്ങാടികളാണ്. മുമ്പ് നാം ഇത് ഉണർത്തിയിട്ടുള്ള കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. പവിത്രത നൽകിയതിനെ കുറിച്ച് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം.
ലോകത്തുള്ള എല്ലാ പള്ളികൾക്കും ഒരേ സ്ഥാനവും ഒരേ പവിത്രതയുമാണ് എങ്കിൽ 3 പള്ളികൾക്ക് ലോകത്തുള്ള പള്ളികളെ അപേക്ഷിച്ച് വലിയ പദവിയുണ്ട്, പവിത്രതയുണ്ട്. ആ 3 പള്ളികളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥയാത്ര പോകാൻ പാടുള്ളൂ. ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥയാത്ര പാടില്ല. അത് ഏതൊക്കെയാണ്? ഒന്ന് മസ്ജിദുൽ ഹറാം, ഇപ്പം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന മസ്ജിദുൽ ഹറാം, അവിടത്തേക്കാണ് ഈ പോണതെല്ലാവരും. അത് തീർത്ഥയാത്രയ്ക്കുള്ള കേന്ദ്രമാണ്, അള്ളാഹുവിന്റെ ഭവനം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടാണ് ഈ പോണത്. അവിടെ പോകാം. അവിടെ ഓരോ നമസ്കാരത്തിനും 1,00,000 ഇരട്ടി പ്രതിഫലം ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ ഏതാ? മസ്ജിദുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദുൻ നബവി, മദീനയിലുള്ള പള്ളി. അങ്ങോട്ട് പോകാം. അവിടെ 1000 ഇരട്ടി പ്രതിഫലമാണ് ബാക്കിയുള്ള പള്ളികളെ അപേക്ഷിച്ച്. മൂന്നാമത് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അഖ്സ. അവിടെ 500 ഇരട്ടി പ്രതിഫലമാണ് ഓരോ നമസ്കാരത്തിനും നൽകപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 സ്ഥലങ്ങൾ, ബാക്കി ലോകത്തുള്ള എല്ലാ പള്ളികൾക്കും ഒരേ സ്ഥാനം തന്നെ. എത്ര വലിയ താജ്മഹൽ മോഡലായിരുന്നാലും ശരി, ഏറ്റവും ചെറിയ കൂരയായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ ഭവനമാണോ, അള്ളാഹുവിന്റെ പള്ളിയാണോ, അതിനൊറ്റ പദവിയേ ഉള്ളൂ. അതിന്റെ പവിത്രതയെല്ലാം ഒരുപോലെയാണ്, വലിപ്പ ചെറുപ്പമൊന്നും അതിലില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാ പള്ളികൾക്കും ഇങ്ങനെ ഒരേ പവിത്രത കാണിച്ച് മനസ്സിലാക്കി പോകേണ്ടതിന് പകരം ചെയ്യുന്നത് എന്താ? ചില പള്ളികൾക്ക് പ്രത്യേകതകൾ കാണാറുണ്ട്. അത് ഏത് പള്ളികളായിരിക്കും? ജാറം അറ്റാച്ച്ഡ് പള്ളികളായിരിക്കും. അതിനൊക്കെ ഭയങ്കര പദവിയാണ്, ഭയങ്കര സ്ഥാനം. അള്ളാന്റെ റസൂല് വിലക്കിയ, അള്ളാന്റെ റസൂല് ശപിച്ച കാര്യമാണ് അത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ആകട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. അങ്ങനെ പോയാൽ ഞാൻ ഉദ്ദേശിച്ച വിഷയം പറഞ്ഞു തരൂല. പിന്നുള്ളത് ഈ പള്ളി പറഞ്ഞു. ഇനിയുള്ളത് 2 പ്രധാന സ്ഥലങ്ങളുണ്ട്. ഒന്ന് മക്കയും മദീനയുമാണ്. അത് പവിത്രമായ സ്ഥലങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ മക്ക യൗമ ഖലഖസ് സമാവാതി വൽ അർദ് ഫഹിയ ഹറാമുൻ ബിഹറാമില്ലാ ഇലാ യൗമിൽ ഖിയാമ വലം തഹില്ല ലി അഹദിൻ ഖബ്ലി വലാ തഹില്ല ലി അഹദിൻ ബഅദി. അതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയെ സൃഷ്ടിച്ച, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം ആദരിച്ച സ്ഥലമാണ് മക്ക. ആ മക്കയിലാണ് കഅബ, അവിടെയാണ് മസ്ജിദുൽ ഹറാം. അങ്ങോട്ടാണ് ഈ ഹജ്ജിന് പോകുന്നത്, ഉംറയ്ക്ക് പോകുന്നത്. അതാണ് ആ ബന്ധം. അള്ളാഹു പവിത്രമാക്കിയ സ്ഥലം അന്ന് തീരുമാനിച്ചത് അള്ളാഹു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഹിയ ഹറാം, അത് പവിത്രമാണ്, ബിഹറാമില്ലാ ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹു അന്ത്യദിനം വരെ പവിത്രമാക്കിയത് കൊണ്ട് അത് പവിത്രമാണ്. അത് എനിക്ക് മുമ്പുള്ളവർക്ക് അതിന്റെ പവിത്രത ലംഘിക്കാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല. എനിക്ക് ശേഷമുള്ളവർക്കും അതിന്റെ പവിത്രത ലംഘിക്കാനുള്ള അവകാശം ഇല്ല. അത്രയേറെ ശ്രേഷ്ഠമായ 2 സ്ഥലം. ഇതാണ് മക്കയും മദീനയും. ഉഹദ് മലയെ സംബന്ധിച്ച് ഒരു മലയാണ്, നമുക്കറിയാം. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നവർ കണ്ടിട്ടുണ്ടാവും. അതിന്റെ താഴ്ഭാഗത്താണല്ലോ ഉഹദ് യുദ്ധം നടന്നതും രക്തസാക്ഷികളായ ആളുകൾ കബറടക്കപ്പെട്ടതും ഒക്കെ. ആ ഉഹദ് മല പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, എങ്ങനെയാണെന്നറിയോ? ഹാദാ ജബലുൻ യുഹിബ്ബുനാ വ യുഹിബ്ബുഹു. ഇതൊരു പർവ്വതം, ഈ പർവ്വതം നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കുക, ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയും, മിസ്ല ഉഹദ്, ഉഹദിന്റെ അത്ര പ്രതിഫലം. എത്ര സ്ഥലങ്ങളിലാണ് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിനെ ഉപമിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു. ഉഹദിന്റെ പവിത്രത, ഉഹദിന്റെ വലിപ്പം, അതിന്റെ സ്ഥാനം എത്ര പവിത്രമാണോ അതുല്യമായ പ്രതിഫലം എന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. തന്നെയുമല്ല, പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, പണ്ട് കാലത്ത് പ്രവാചകന്റെ കാലത്ത് മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നേരെ നോക്കിയാൽ ഉഹുദാണ് കാണാറുണ്ടായത്. ഇന്ന് കാണൂല, കെട്ടിടങ്ങളൊക്കെ വന്ന് തടഞ്ഞു പോയതുകൊണ്ട്. അത്ര അടുത്താണ് അത് തമ്മിലുള്ളത്. അപ്പൊ അത് പവിത്രമാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഇബ്രാഹിം ഹറമ മക്ക, അല്ലാഹുവേ ഇബ്രാഹിം മക്കയെ പവിത്രമാക്കി. വഇന്നി ഹറംതു മാ ബൈന ലാബത്തൈഹാ, ഞാനിതാ ഈ മക്കയുടെ രണ്ട് ഇരുപാർശ്വഭാഗങ്ങളിലുമുള്ള മലകൾക്കിടയിലുള്ള സ്ഥലം മുഴുവനും ഞാൻ പവിത്രമാക്കുന്നു. അതാണ് പ്രിയമുള്ളവരെ, ഹജ്ജിന് പോകുമ്പോൾ സാധാരണ ഹറം എന്ന് പറയുന്ന ഒന്നുണ്ട്. പള്ളി മാത്രമല്ല, കഅബയിരിക്കുന്ന പള്ളി മാത്രമല്ല, അതിന്റെ ചുറ്റും ഒരു നിശ്ചിത സ്ഥലം ഹറമാണ്. ഇത് റസൂല് പറഞ്ഞ ഹറമാണ്, അല്ല വെറുതെ പറയുന്നതല്ല, സൗദി ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ലത്. അപ്പൊ ഇത് രണ്ട് ചെരുവിന്റെ കുന്നിൻ ചെരുവുകളുടെ ഇടയിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ ഞാനിതാ പവിത്രമാക്കുന്നു എന്ന് പറയും. ആ പവിത്രത, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഫ്ലൈറ്റ് ഇറങ്ങി വാഹനത്തിൽ കയറി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു മുസഹഫ് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഗേറ്റ് ഉണ്ടാകും, വലിയൊരു ഗേറ്റ്. ആ ഗേറ്റ് മുതൽ അങ്ങോട്ട് തുടങ്ങിയാണ് ഹറം. അവിടുന്നാണ് ഹറം തുടങ്ങുന്നത്. അവിടെ ഒരു വഴി ഇത് എഴുതി വെച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല, അവർക്ക് വേറെ റോഡാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, വെറുതെ പറയുന്നല്ല ഇതൊന്നും. ഇപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര പവിത്രമാക്കിയിരിക്കുന്നു ആ പ്രദേശത്തെ. പിന്നെ മദീനയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നൽ ഈമാന ലയരിദു ഇലൽ മദീന കമാ തഅരിദുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഹദീസാണിത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കാലം പിന്നിടുമ്പോൾ വിശ്വാസം ദുർബലമായി വിശ്വസിച്ചവരുടെ എണ്ണം കുറഞ്ഞു വന്ന് അവസാനം ഇന്നൽ ഈമാൻ, വിശ്വാസം, ലയരിസു, അത് ചുരുണ്ടുവരും, ഇലൽ മദീന, മദീനയിലേക്ക്. ഏതുപോലെ? കമാ തഅരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ കയറി ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഈമാൻ ചുരുണ്ട് മദീനയിലെത്തുന്ന പറഞ്ഞു. അതാണ് മദീനയുടെ പവിത്രത. അവസാന നാളിൽ പോലും ദജ്ജാലും അതുപോലുള്ള സർവ്വ ഫിത്നകളും വന്നുകൂടിയാലും ശരി, മദീനയായി നിലകൊള്ളും. അത്ര പവിത്രതയുണ്ട് മദീനയ്ക്ക്. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രധാനമായി വരുന്ന അറഫാ ദിനം, ഏറ്റവും ശ്രേഷ്ഠമായ ദിനം. അറഫാ ദിനത്തെ കവച്ചു വെക്കാൻ ഒരു ദിനമില്ല. അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ധാരാളമുണ്ട്. അവസാനം ഇതാ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏറ്റവും പവിത്രവും ഏറ്റവും ശ്രേഷ്ഠവുമായ ദിനങ്ങളാണ് എന്ന് ഇതിന്റെ ഒപ്പം ചേർത്ത് മനസ്സിലാക്കുക. ഈ പവിത്രതകളൊക്കെ നാം മനസ്സിലാക്കുന്നതോടൊപ്പം ഇതും കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത 10 ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസം. വൽ ഫജ്ർ വലയാലിൻ നശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. 10 രാത്രികൾ, 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം. ആ 10 ദിവസങ്ങൾ മുഫസ്സിറുകൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ളയെ പോലെയുള്ള ആളുകൾ രേഖപ്പെടുത്തുന്നു, അൽ മുറാദു ബിഹാ അശ്റു ദിൽ ഹിജ്ജ, അവിടെ പറഞ്ഞ ആ വൽ ഫജ്രി വലയാലിൻ നശ്ർ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. കമാ ഖാലഹു ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വഗൈറുഹും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗൽഭന്മാരായ സഹാബികൾ വ്യക്തമാക്കിയതുപോലെ ലയാലുൻ നശ്ർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതാണ് ഇത് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ആമുഖത്തിൽ സൂചിപ്പിച്ചത്, ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാൽ ദുൽഹജ്ജിലായിരിക്കും നമ്മൾ എന്ന് സൂചിപ്പിച്ച അതുകൊണ്ടാണ്. എന്നിട്ട് അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ, അഫ്ളലു അയ്യാമി ദുനിയാ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അയ്യാമുൽ അശ്ർ, ഈ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതുപോലെ ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് ഏത്? റമദാനിലെ ലാസ്റ്റ് 10.
ഇതൊക്കെ അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. ഹജ്ജിന്റെ കർമ്മങ്ങൾ, ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജിൽ ഏറെ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസങ്ങളിലെ ഒരു അമലുമില്ല, അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്, മിനൽ അമലി ഫി ഹാദിഹി, ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു അമലിനും ഉള്ള മറ്റു നാളുകളില്ല. അത്ര ശ്രേഷ്ഠതയുണ്ട്. മറ്റു നാളുകളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഈ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങൾക്കുണ്ട് എന്നർത്ഥം. എന്നിട്ട് പറയുന്നു അപ്പൊ സഹാബത്ത് ചോദിച്ചു, അത്ര ശ്രേഷ്ഠമാണോ? അതെ. അപ്പം വലൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അവിടെ എത്തൂലേന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അതും എത്തൂല. പക്ഷെ എത്തും. ആരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ശരീരവും ധനവുമായി ഇറങ്ങി പുറപ്പെടുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തവനൊഴികെ. അവർക്കിതൊന്നും അല്ല പദവി, ഇതിന്റെ അപ്പുറത്തെ പദവികളാണ്. അവരൊഴിച്ച് ജിഹാദിന് പോയി തിരിച്ചു വന്നവൻ പോലും ഈ ദിവസങ്ങളിലെ ശ്രേഷ്ഠതയുടെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഈ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ശ്രേഷ്ഠതയെ വിശദീകരിച്ചുകൊണ്ട് പൂർവികന്മാരായ സലഫുകളും ഖലഫുകളുമായ എല്ലാ പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് നന്നായി വിശകലനം ചെയ്ത് നമ്മുടെ മുമ്പാകെ നമുക്ക് നൽകിയിട്ടുള്ളത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ വചനം വളരെ ചിന്തനീയമാണ്. അദ്ദേഹം പറയുന്നത്, ദുൽഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസങ്ങൾ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. റമദാനിലെ അവസാനത്തെ 10 രാത്രികൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ രണ്ടിനും ശ്രേഷ്ഠതകളുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നൊന്നിനേക്കാൾ കുറവ് എന്നല്ല പറഞ്ഞത്. റമദാനിലെ അവസാനത്തെ 10 അതിന്റെ ശ്രേഷ്ഠത, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 അതിന്റെ ശ്രേഷ്ഠത. ഇതാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഇതിന്റെ കാരണം പറയുന്നു. ഇതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് വല്ലദീ യദ്ഹർ, ഇതിൽ നിന്നൊക്കെ വിശകലനം ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, അന്ന സബബ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഇത്ര ശ്രേഷ്ഠമാകാനുള്ള കാരണം എന്താ? ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദ, ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങൾ ഒരുമിച്ച് കൂടി വരുന്ന നാളുകളാണ്. ബാക്കിയുള്ളിടത്തൊന്നും അത് ഉണ്ടാവില്ല. ഒരിടത്ത് നോമ്പുണ്ടെങ്കിൽ അവിടെ ഹജ്ജ് ഉണ്ടാവില്ല. എന്നാൽ ഇതങ്ങനെയല്ല. ഇതാണ് ഈ പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, അദ്ദേഹം പറയുന്നു, ആ ശ്രേഷ്ഠമായ ഇബാദത്തുകൾ ബേസിക്കലി അടിസ്ഥാനപരമായി ഒരു വിശ്വാസി ചെയ്തിരിക്കേണ്ട കർമ്മങ്ങൾ, ഒന്ന് നമസ്കാരം, പിന്നൊന്ന് നോമ്പ്, പിന്നൊന്ന് ദാനധർമ്മങ്ങൾ, പിന്നെ ഹജ്ജ്. ഇത് 4ഉം ഇവിടെ ഒരുമിച്ച് വരുന്നു എന്നതാണ് ഇതിന്റെ ശ്രേഷ്ഠതയ്ക്ക് കാരണം. മറ്റ് ശ്രേഷ്ഠതകൾ പറയപ്പെടുന്ന ദിനങ്ങളിൽ ഇതൊന്നും 4ഉം വരുന്നത് പോലെ വരുന്നില്ല. ശരിയല്ലേ എന്ന് ചിന്തിച്ചു നോക്കും. ഏത് നാൾ റമദാനിലെ അവസാനത്തെ 10 എടുത്ത് നോക്കിയാൽ റമദാനിലെ 10 നോമ്പ്, പിന്നെ അതിന്റെ പുണ്യങ്ങൾ അതുണ്ടാവും. ഹജ്ജ് അവിടെ വരില്ല. എന്നാൽ ഹജ്ജും കൂടി ഇവിടെ വരുന്നു. അപ്പൊ ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങളെല്ലാം ഒരുമിച്ച് വരുന്ന നാളുകൾ എന്നുള്ള നിലയിലാണ് ഇതിന്റെ ശ്രേഷ്ഠത എന്നാണ് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വരാൻ പോകുന്ന ആ ദിവസങ്ങൾ നമ്മളൊന്നും ഉണരണം. ആ ദിനങ്ങളിൽ കൂടുതൽ പുണ്യകർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പൊ അതില് വ്രതമനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വിഭിന്ന അഭിപ്രായമാണുള്ളത്. എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. അറഫ നോമ്പ് ഒഴിച്ച്, അറഫ നോമ്പ് അങ്ങനെ എണ്ണിയിരിക്കുന്നതാണ്. അപ്പൊ അതൊഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെ നോമ്പിനെ കുറിച്ച്, അത് നോമ്പ് ആരാധനാ കർമ്മങ്ങളിൽ, പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്ന് എന്നുള്ള നിലയിൽ നോമ്പും ആകാം എന്ന അഭിപ്രായമാണ്, പുണ്യകർമ്മമാണെന്ന അഭിപ്രായമാണ് അവസാനത്തിൽ ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പൊ നോമ്പ് ഉൾപ്പെടെ എന്ന് പറയാം, അത്ര ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ അതിലെ തിങ്കൾ വെള്ളി നോമ്പ്, സാധാരണ തിങ്കളും വെള്ളിയും നോമ്പ് അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്.
ഇനി ഒരു കാര്യം കൂടി ഇബ്നു ഹജർ റഹിമഹുല്ലാ പറഞ്ഞത്, യൗമുൽ ജുമുഅത്തി ഫി അശ്രി ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 വെള്ളിയാഴ്ച, അഫ്ളലു മിനൽ ജുമുഅ ഫി ഗൈരിഹി, മറ്റ് മാസങ്ങളിലെ വെള്ളിയാഴ്ചകളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. രണ്ട് ശ്രേഷ്ഠതയാണ് ആ വെള്ളിയാഴ്ച ഒരുമിച്ച് കൊടുക്കുന്നത്. ഒന്ന് വെള്ളിയാഴ്ച ഒരു ശ്രേഷ്ഠത, മറ്റൊന്ന് ദുൽഹജ്ജ് ആദ്യത്തെ 10 വെള്ളിയാഴ്ച. ഇനി എന്താ നമ്മൾ ചിന്തിക്കുന്നതെന്ന് ആലോചിച്ചു. അത്ര ശ്രേഷ്ഠമായ പവിത്രമായ പുണ്യങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന നാളുകളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമ്മളിലേക്ക് സമാഗതമാകുന്നത്. നാം എടുത്തു നോക്കിയാൽ ഹജ്ജ് കർമ്മങ്ങളിൽ മുഴുകി അതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി മാത്രം ആ നാട്ടിൽ പോയി നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് ബിസിനസ്സും എല്ലാം ഒഴിവാക്കി അവിടെ പോയി നിൽക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന സഹോദരീ സഹോദരന്മാരുടെ ഹജ്ജ്, ആ പുണ്യകർമ്മവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ നിന്ന് ചെയ്യാനുള്ള, അവരോട് നമുക്കെന്താ മാനസികമായ ഒരു ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറെ കർമ്മങ്ങളാണ് ഈ ദുൽഹജ്ജ് ആദ്യത്തെ 10 നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അപ്പം അള്ളാഹു പവിത്രമാക്കിയതിന് നാമം പവിത്രമാക്കുക, അതിന് ശ്രേഷ്ഠ നൽകിയതിന് നാമം ശ്രേഷ്ഠ നൽകുക. ആ നിലയിൽ ഈ വരാൻ പോകുന്ന ദുൽഹജ്ജ് ആദ്യത്തെ 10 സ്വാഗതം ചെയ്യാനും സ്വീകരിക്കാനും നന്മകളിൽ മുഴുകി അതിനെ ആർജിച്ചെടുക്കാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമിലെ ബലികർമ്മം ഉദ്ഹിയ്യത്ത്, അതിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും, അതിന് പകരമായി ചില ആളുകൾ ഇന്ന് കൊണ്ടുവരുന്ന കാര്യത്തിന്റെ അർത്ഥശൂന്യതയും കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാവുന്ന നിലയിൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ആ ഉദ്ഹിയ്യത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലായി എങ്കിൽ ഇനിയും അതിന് ഒരുങ്ങാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒരുങ്ങിയേ തീരൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ, ഉദ്ഹിയ്യത്ത് നൽകാനുള്ള കഴിവും വിശാലതയും ഒക്കെ ഉണ്ടായിട്ട് ഫലം യുളഹി, അതിനൊരുങ്ങാത്തവൻ ആരോ അവൻ ഫലാ യഹ്ദുർ മുസല്ലാന ഔ ഫലാ യഖ്റുബന്ന മുസല്ലാന. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുസല്ല ഉണ്ടല്ലോ, ഈദ്ഗാഹാണെങ്കിൽ അത്, അല്ലെങ്കിൽ പള്ളികളാണെങ്കിൽ അത്, അങ്ങോട്ട് വരണ്ട. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഉദ്ഹിയ്യത്ത് നൽകാൻ കഴിവുണ്ടായിട്ട് അതിന് ശ്രമിക്കാത്തവൻ പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ട. അത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യം. അതുമല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഷെയർ ചേരാനുള്ള അനുവാദം വരെയും നൽകി പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യം. ഇനിയും ഒരുങ്ങാത്ത ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ വരേണ്ട പള്ളിയിലേക്ക്, അതാ നല്ലത്. ഇതിനൊരുങ്ങിക്കോ. അത്ര ഗൗരവമായിട്ടാ പറഞ്ഞത്. തന്നെയുമല്ല, ഒരു മനുഷ്യൻ യൗമുൻ നെഹറില്, ബലിപെരുന്നാൾ ദിനത്തിൽ അവൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞാൽ, നമ്മൾ നിസ്കരിക്കാൻ പോകുന്നുണ്ട്, കുത്തുബ ശ്രമിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, പലതും ഉണ്ട്, ദാനധർമ്മം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന് വേണ്ടിയുള്ള ബലി നൽകലാണ്. അതിനേക്കാൾ ഉത്തമമായത് ആ ദിവസം വേറൊന്നും ഇല്ലാതെ. അത്ര ഗൗരവത്തോടു കൂടി പറയും. ഇതെന്തിനാണ് ഈ ഷെയർ നിശ്ചയിച്ചത്? ഒറ്റയ്ക്ക് നൽകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാ. ഷെയർ ചേർന്നാൽ ചിലപ്പോൾ നടന്നേക്കും. ആടിൽ ഷെയർ ഇല്ല എന്നറിയാം നമുക്കൊക്കെ. മാടിലാണ് ഷെയർ ഉള്ളത്, അത് 7 വരെ പാടുള്ളൂ. ഇനി 7-ലധികം ഈ കമ്മിറ്റിക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. 7-ലധികം ഷെയർ ആരുടെയെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്താൽ ആ ഷെയർ ചേർന്ന മുഴുവൻ ആളുകളുടെയും ഷെയർ നിഷ്ഫലമായി പോകും. ഓർത്തോ, ഷെയർ പരമാവധി 7, അതിനപ്പുറം വരാൻ പാടില്ല. 6 ആകാം, 5 ആകാം, കുറയാം, 4 ആകാം, 3 ആകാം. 2 ആൾക്ക് കൂടി ഒരു മാടിനെ പറ്റുവോ ചെയ്തോ, 3 ആൾക്ക് കൂടി പറ്റുവോ ചെയ്തോ.
4, 5, 6 ചെയ്തോ, 7 ചെയ്തോ, 7ന് മുകളിലേക്ക് ഷെയർ വരാൻ പാടില്ല. വന്നാൽ ഷെയർ ചേർന്നവരുടെ മുഴുവനും ബാത്തിലായി പോകും. ഗൗരവമുണ്ട്. നിൽക്കേണ്ടടുത്ത് നിൽക്കുക, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമുക്ക് തോന്നിയത് ചെയ്തുകൊണ്ട് കൂലി ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞാൽ ചെരാനിരിക്കുന്നവനല്ല റബ്ബ് എന്ന് തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ ദുൽഹജ്ജ് 1 പ്രവേശിച്ചു കഴിഞ്ഞാൽ ഷെയറിലൂടെ ആണെങ്കിലും ശരി, ഒറ്റയ്ക്ക് ആടാണെങ്കിലും ശരി, ആരാണോ ഉദഹിയത്തിനൊരുങ്ങുന്നവർ അവർ ഒരു കാരണവശാലും അത് അറുത്ത് കഴിയുന്നത് വരെ അവരുടെ മുടി എടുക്കാനോ നഖം മുറിക്കാനോ പാടില്ല. ഇതൊക്കെ നിബന്ധനകളിൽപ്പെട്ടതാണ്. ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതിന് നിശ്ചയിക്കപ്പെട്ട നിബന്ധനകളെ അത് നിസ്സംഗതയോടെ, അലസതയോടെ, ഗൗരവം നൽകാതെ കാറ്റിൽ പറത്തുന്ന അവസ്ഥ വന്ന് ഏത് കർമ്മം ചെയ്താലും ശരി അത് അതിന്റെ രൂപത്തിൽ സ്വീകരിക്കപ്പെടില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. അതിന്റെ നാളുകളാണ് നമ്മിലേക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട്, കുറ്റമറ്റ നിലയിൽ ചെയ്തുകൊണ്ട് ആസന്നമാകുന്ന ഈ നല്ല നാളുകളെ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹു തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മരണങ്ങൾ ഈ അടുത്തടുത്ത ദിവസങ്ങളിലായി. നമ്മളൊക്കെ പലരും അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അതിൽ പ്രധാനമായി ഒരാളിനെ ഞാൻ അനുസ്മരിക്കുകയാണ്. നമ്മുടെ കളമശ്ശേരി സ്വദേശിയായ മുസ്തഫ സാഹിബ്. അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതാണ്, നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞതാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നല്ല നിഷ്കളങ്കനായ ഒരു ഇസ്ലാഹി പ്രവർത്തകൻ. ബുസാറ്റിന് സമീപമുള്ള പള്ളി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി രോഗ സന്ദർഭത്തിൽ പോലും നെട്ടോട്ടമോടിയ ആൾ, ഒരുപാട് നന്മകൾ ഉൾക്കൊള്ളുന്ന, നിറഞ്ഞ പുഞ്ചിരിയോടെ സമീപിക്കുന്ന നല്ല മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും പൂർണ്ണമായും അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. ശയ്യാവലംബികളായി വളരെയധികം വേദനകൾ കടിച്ചിറക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ അറിയുന്നവർ, നമ്മളെ അറിയുന്നവർ, കിടക്കയിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയാത്ത നിലയിൽ വിഷമിക്കുന്നവർ. അള്ളാഹുവേ, അവർക്കൊക്കെ നീ നിന്റെ സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ. അവർക്കൊക്കെ പൂർണ്ണ ആരോഗ്യം നൽകണമേ. റബ്ബേ, ഞങ്ങളുടെ നാട്ടിലും ഞങ്ങൾക്കും നീ എന്നും നന്മ പ്രദാനം ചെയ്യണമേ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നു ഭവിക്കുന്ന എല്ലാ ന്യൂനതകളും നീ മാപ്പാക്കണം. ആ ന്യൂനതകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ നീ കാത്തുരക്ഷിക്കണമേ. റബ്ബേ, സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.